ഹായ് ഹലോ. നമ്മൾ മലയാളികൾ പൊളിയല്ലേ അല്ലേ? നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളൊന്നും നമ്മൾ മിസ് ചെയ്യില്ല. നമ്മളിപ്പോൾ എടുക്കാൻ പോണ ഷോട്ട് ഉണ്ടല്ലോ, അത് ഈ ക്യാമറയിൽ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നിനും കിട്ടില്ല. നമ്മൾ ഇന്ന് കാണുന്നത് ട്രഡീഷൻസ് യുണൈറ്റഡ് റിയാദിൻ്റെ ഒരു ഓണം സെലിബ്രേഷനാണ്. നമ്മൾ മലയാളികൾ ഓണമായാലും ഈദായാലും ക്രിസ്മസ് ആയാലും ഒന്നും നമ്മൾ പാഴാക്കില്ലല്ലോ. നമുക്ക് എല്ലാം ഒരു ആഘോഷം തന്നെയല്ലേ? എന്താ അഭിപ്രായം പറ, പോരട്ടെ? ഒന്നും കേട്ടില്ല, വേഗം പറ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, ഈവൻസ് ക്രിസ്മസ്, നബി, തബിദിന്, ഈദ്, ലൈക്ക് എല്ലാത്തും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. സോ ചെക്ക് വിത്ത് അസ്. ഈ വർഷത്തെ ഓണ പ്രോഗ്രാമിന്റെ തിരക്കിലാണ് എല്ലാവരും. ഇവിടെ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണേ. ഇവിടെ ഇപ്പൊ ആദ്യമായിട്ടാണ് ട്രഡീഷൻസ് യുണൈറ്റഡ് റിയാദ് ഓണ പ്രോഗ്രാം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ട്രഡീഷണൽ യൂണിറ്റിലെ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി. തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ, ജോലി സാഹചര്യത്തിൽ ഇത്തിരി സമയം അതിലൂടെ എല്ലാ മതങ്ങളും ആഘോഷത്തിലും അതിഗംഭീരമായി ആഘോഷിക്കാനും സന്തോഷിക്കാനും നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഇന്നത്തേതിൽ കൂടുതലാണ്. ഒരു കാര്യം എല്ലാവരോടും ഒന്നും ഓർമ്മപ്പെടുത്തുക, ഇത് ഞങ്ങളുടെ പുതിയൊരു തുടക്കമാണ്. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം, എല്ലാം ക്ഷമിച്ച് before English speaking. ആരും പോകുന്നില്ല. ശ്രീതന്നെ പോയി ഒന്നും കേൾപ്പിക്കുന്നില്ല. Spirit of togetherness. The festival teaches the importance of love, respect and harmony in our community. No matter where we are in the world, Onam makes us, all of us, as one family. Let us take this opportunity to spread joy, strengthen our bonds and carry forward the timeless message of Onam, that equality, prosperity and unity. Once again, wish you all of you a joyful festival. Thank you. അപ്പോൾ മനോഹരമായിട്ട് തന്നെ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. So Mr. Sadak, come forward to inaugurate the program. അതിൽ മുന്നോടിയായി
അല്ല, ഇങ്ങനെ ഒരു പരിപാടി അനൂപ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഇനിഷ്യേറ്റീവ് എടുത്തതിന് തീർച്ചയായിട്ടും കാരണം അതൊരു ചെറിയ കാര്യമല്ല. നമ്മളെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെറുതായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ഒത്തിരി ഇനിഷ്യേറ്റീവ് അവനല്ല, ഒരു ഗ്രൂപ്പ് ടോട്ടലായിട്ട് എല്ലാവരും ചേർന്നൊരു വലിയ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഞാനൊരു 8 വർഷമായിട്ട് ഡെങ്കിയിൽ വർക്ക് ചെയ്യുവാണ്. പക്ഷെ ഈ 8 വർഷമായിട്ട് നമുക്ക് ഒരു ഒത്തുചേരണം എല്ലാവർക്കും പരസ്പരം നമ്മുടെ ഫാമിലിനെ ഒന്ന് കാണിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് ഒത്തിരി നന്ദി. റിയലി അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. ഇനി എന്നാ പറയുന്നത് എനിക്കറിയില്ല. താങ്ക് യു. കേൾക്കട്ടെ. So once again from Duncan family, we wish Zennu's birthday. yes, Naseem. Zennu, very Zennu. Birthday, one more birthday girl is here. നമുക്ക് ഇനാഗ്രേഷൻ ഒരാൾ കുറവുണ്ടല്ലേ? നമുക്ക് ഒരാൾക്ക് ആഡ് ചെയ്യാം. പ്രവീൺ സാർ ഇവിടെ നിന്ന് നിൽക്കണം. കട്ടെ Music please. Music no. നമുക്ക് കട്ടയുടെ മുന്നിൽ കൂടെ ആശംസിക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സെൻസസ്. ഹാപ്പി ബർത്ത്ഡേ സെൻസസ്. അവിടെ പൊട്ടിയില്ലേ? അപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഡങ്കിനിലെ അല്ലെങ്കിൽ ഷാഹിയ ഫുഡ് ലിമിറ്റഡ് കമ്പനിയിലെ മലയാളികൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് നടത്തുന്ന ആദ്യത്തെ ഒരു ഒത്തുചേരലാണ് ഈ ഓണ സെലിബ്രേഷൻ. അങ്ങനെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് സമയമൊക്കെ ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരെ ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ സദ്യ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച്, ഓണമായാലും സദ്യ വേണമല്ലോ. അപ്പൊ ഓണത്തിന് സദ്യയൊക്കെ കഴിച്ചിട്ട് ബാക്കി ഓണ പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം. രഞ്ജിത്ത് മാമ കാച്ചതാണ്. അപ്പൊ ഈ ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഓണ പ്രോഗ്രാമിന്റെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ. വടംവലിയുണ്ട്, കസേരക്കളിയുണ്ട്, സുന്ദരിക്ക് പൊട്ടുകടലുണ്ട്, പിന്നെ കൊച്ചുകുട്ടികളുടെ നാരങ്ങ സ്പൂൺ മത്സരം ഒക്കെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ താണ്ട് ഒരു മിറർ കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് കോമാളിത്തരൊക്കെ കാണിച്ച് നിൽക്കുകയും ചെയ്തേ. How is my coat? Britas grand അല്ലേ? ഇതാണോ ഗ്രാൻഡ്? സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ.
എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് കസേരക്കളിക്കുള്ള പരിപാടി റെഡി ആയിട്ടുണ്ട്. കസേരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും പേരൊക്കെ വിളിച്ച് എണ്ണിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കസേരകളി കാണാം.
എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ മക്കളുടെ കളിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നേ. ഈ തോറ്റു എന്ന് കാണുമ്പോഴത്തേക്ക് ഒരു കരച്ചിലങ്ങ് എത്തുമെന്ന്. അത് എവിടുന്ന് വരുമെന്നറിയില്ല. മക്കൾക്ക് എപ്പോഴും ഒറ്റ ചിന്ത മാത്രമല്ലേ കാണത്തേ ഉള്ളൂ, എനിക്ക് ഫസ്റ്റ് അടിക്കണം, എനിക്ക് ഫസ്റ്റ് അടിക്കണമെന്ന്. നമുക്ക് തുടങ്ങാം.
അങ്ങനെ കസേരക്കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാവിലെ അടുത്ത മത്സരത്തിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് എല്ലാരും പിരിഞ്ഞതാ നമ്മുടെ സുന്ദരിക്ക് പൊട്ട് കിട്ടാൻ കയറിയിട്ടുണ്ട്. സുന്ദരി തൊട്ടു ഇനി പൊട്ടുള്ളൂ. Okay. ഇത് അവരുടെ ഇല്ല വച്ചില്ലല്ലേ ലെഫ്റ്റ് കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട്. കുറച്ച് താഴത്തോട്ട് രഞ്ജിത്തേട്ടൻ അടുത്തൊരു സുന്ദരിക്ക് പൊട്ട് കുത്താൻ പോവുകയാണ്. കമോൺ. ആ ഓക്കെ പോരട്ടെ. ആ ആ ഓക്കെ 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 സ്ട്രേറ്റ് പോയിക്കോ. ഓക്കെ ഓക്കെ കമോൺ രഞ്ജിത്തേട്ടൻ കമോൺ കമോൺ. ഇതാ സുന്ദരി വെയിറ്റിംഗ് ആണ്. രഞ്ജിത്തേട്ടൻ മെഷർമെന്റ് എടുക്കണ്ട, വേഗം തന്നെ കുത്തിയിട്ടുണ്ട് പോലെ. കമോൺ. ആ കമോൺ കമോൺ. ഓക്കെ ഓ ഓക്കെ. രഞ്ജിത്തേട്ടൻ മതി മതി, വേഗം ഫോട്ടോ വരാൻ നോക്ക്. ഓക്കെ കമന്റബിൾ. ഓക്കെ സൻസൻ ഭായി നടന്നു നീങ്ങുകയാണ്. മന്ദം മന്ദം സുന്ദരി വെയിറ്റ്. സൻസൻ ഭായി മന്ദം മന്ദം സുന്ദരിയുടെ അടുത്തെത്തി. ഇതാ പൊട്ട് കുത്തുന്നു. ആ യെസ് യെസ്. കാഡിൽ ഡിസൈൻസ് വരയ്ക്കുന്ന അതേ കൃത്യതയോടെ സൻസൻ ഭായി പൊട്ട് കുത്താൻ പോകുന്നു. പൊട്ടുകുത്തിയ பத்து லட்சமும் காரும் எங்கிட்ட இருந்து காமதேவன் யாரும் வாங்கினாலும் சரி நிச்சயமா அடிக்கும். നീ വലിയ വാചകം അടിക്കണ്ട, ഒരു ടിക്കറ്റ് തന്നെ. அப்படியா? இந்த பாட்டு பாருங்கோ, உங்களுக்கு தான். ഇത്തവണെങ്കിലും അടിക്കോ. എന്താ നിനക്കൊരടി വേണമെന്നുണ്ടാ? ഇരിക്കവിടെ. എന്തിനടാ ഈ മയിൽ കുറ്റി കുഴിച്ചിട്ട് പോലെ ഇവിടെ ഇരിക്കണേ? അതിനെ ചിരിക്കുക. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ചേട്ടാ ആ ടിക്കറ്റ് ഇങ്ങോട്ട് എന്തിനാ ഇങ്ങോട്ട് തന്നേ. നിനക്ക് ഇതിനെ പറ്റി അറിയോ? KL 720784331. ചേട്ടാ ഇപ്രാവശ്യം ചേട്ടൻ അടിച്ചിരിക്കും. ഞാനാ പറയുന്നത്. ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് ദൈവ വിചാരം വേണ്ടേ? നിന്റെ നാക്ക് നല്ലതാണോ? എന്റെയോ? നോക്കിയേ. ശരിയാ ശരി. അങ്ങനെ ലാസ്റ്റ് ഇതാ ഞങ്ങളുടെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ സെക്ഷനിലേക്ക് എത്തി. ഞങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടുകുത്തുന്നുണ്ട്. എവിടുന്നോ എങ്ങനെയൊക്കെയോ പൊട്ടക്കണ്ണന്റെ മാവിലറ് പോലെ ഞാൻ കുത്തിയത് എങ്ങനെയൊക്കെയോ ഒത്തു കിട്ടിയിട്ടുമുണ്ട്. HRൽ നിന്ന് വീണ്ടും ഒരു കരുത്തുറ്റ് പോരാ.
കാവ്യ ചെല്ലു. ഓക്കെ കാവ്യ ഇല്ല അവിടെയല്ല. ലെഫ്റ്റ് 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 ലെഫ്റ്റ്. കാവ്യ സുന്ദരിയോട് പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു. വന്നിട്ടുണ്ട്. സുന്ദരിയെ നോക്കുന്നു. ടോപ്പിലോട്ട് പോകും. അയ്യോ രിച്ചി നീങ്ങിപ്പോയി. അല്ല പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മളിങ്ങനെ താഴെ ജ്യോതി സുന്ദരിക്ക് പൊട്ടുതൊടുന്ന ഫീമെയിൽ എഡിഷൻ. അതിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് നമ്മുടെ രവിയേട്ടന്റെ പ്രിയ പത്നി ജ്യോതിയാണ്. അതെ, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്റെ പേര് ജ്യോതി പറഞ്ഞാൽ പോരെ. ജ്യോതിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ചാനലിന്റെ പേരൊന്ന് പറയുന്നതാണ്. കല്യാണിക്കുട്ടിയുടെ അമ്മ ആ യൂട്യൂബിന്റെ പേര്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെരി ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ജ്യോതി ചേച്ചി ഫോർ വിന്നിംഗ് ദ കോമ്പറ്റീഷൻ. സെക്കൻഡ് നമ്മുടെ ബെൻചേട്ടന്റെ പ്രിയ പത്നി ആശ ചേച്ചിക്കാണ്. എ വെരി ബിഗ് പ്രോത്സാഹന സമ്മാനം വേണമെന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വടംവലിക്കുള്ള എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അകത്ത് നമ്മുടെ കുട്ടികളുടെ നാരങ്ങ സ്പൂൺ മത്സരത്തിനുള്ളത് സെറ്റ് ആക്കുന്നുണ്ട്. ഏകദേശം ഇത്രയും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ കുടിക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമ്മളൊരു കട്ടൻ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി വടംവലിക്കുള്ള മത്സരം കാണാൻ വേണ്ടി പോകാം. ഇവിടെ വെച്ചിട്ടാണ് വടംവലി മത്സരം നടത്തുന്നത്. അപ്പം അതിന് മുമ്പ് ഞാൻ ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാവേ. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറിലുള്ള ഒരു എക്സ്ട്രയാണ്. നല്ല അടിപൊളിയാണ്. പുറത്തിരിക്കാനാണെങ്കിലും ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണല്ലോ. ഇപ്പം നമ്മുടെ സൗദിയിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഉച്ച സമയത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല രസമാണ്. അതുപോലെ കുട്ടികൾക്ക് കുറച്ച് കളിക്കാനുള്ള ഊഞ്ഞാലോ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു ടെൻ്റ് ഉണ്ട്. അതിനകത്തിരുന്ന് വേണമെങ്കിലും കുട്ടികൾക്ക് കുറച്ച് കളിച്ച് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ വടമൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്തൊക്കെ നോക്കുകയൊക്കെ ചെയ്തു ഒക്കെയാണ്. പക്ഷെ അതിനകത്ത് നന്നായിട്ട് കയ്യിൽ അതിൻ്റെ നാര് നന്നായിട്ട് കൈ കൊള്ളുന്നുണ്ടായിരുന്നു. കുട്ടികളെ ചുമ്മാ അവരെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് വെറുതെ ഒന്ന് വടം വലിച്ച് കാണിച്ചിട്ടുണ്ട്. അച്ഛൻ ആർക്കു വേണ്ടി കളിക്കുന്നേ? അശോകിന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ച്, എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു. വലിച്ചു നോക്കിയപ്പോഴത്തേക്ക്
അപ്പുറത്തെ ഗ്രൂപ്പിലുള്ളവർക്കാണ് കുറച്ച് സ്ട്രോങ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് വന്നതുകൊണ്ട് നമ്മളൊന്ന് ഷഫിൾ ചെയ്തെടുക്കാന്ന് വെച്ച്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നമ്പർ കൊടുത്തു. അങ്ങനെ 4 ടീമാക്കി, 1 2 3 4 അങ്ങനെ നമ്പർ എടുത്ത് 1 എല്ലാം ഒരു ടീം, 2 എല്ലാം വേറൊരു ടീം, 3 4 അങ്ങനെ 4 ടീമാക്കി. അങ്ങനെ ഇനി നമുക്ക് നോക്കാം. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ? മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. രണ്ടിലും നടത്തിട്ട് മതി കളി. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചെലപ്പോ ഫലിച്ചേക്കും. കളി കളി. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അത് കാണുന്നുണ്ടല്ലോ. നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ PSC ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. അനൂപേ അങ്ങോട്ടോ അങ്ങോട്ടോ. പറയാതെ
വലിക്കല്ലേ വലിക്കല്ലേ ഒരു മിനിറ്റ് അലിവായി അലിവായി കൊണ്ടുവന്ന് റെഡിയല്ലേ വലിക്കല്ലേ അങ്ങനെ വടംവലിയുടെ ഫൈനൽ റൗണ്ടോട് കൂടി ഈ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കാവിലെ അടുത്ത മത്സരത്തിൽ കണ്ടോളാന്ന് പറഞ്ഞിട്ട് തോറ്റ ടീം ജയിച്ച ടീമിനോടൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇനി കുറച്ചു നേരം കുട്ടികളുടെ ജോലി ടൈമാണേ. ഇതിനകത്തൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, അവർ കുറച്ചു നേരം കളിച്ച് അടിച്ചു പൊളിക്കണ്ടേന്നേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പൊ ഇനി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾക്ക് ഈ സ്ഥലത്തിനോട് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകാന്. എന്നാ ശരി, ഓക്കെ, ബൈ.